ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ഉണക്കമീൻ കറി ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഒരു 6-7 കുഞ്ഞയിലേ അത് വെള്ളത്തിയിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് കഴുകി വെള്ളത്തിയിട്ടിട്ടേക്കേ കുറച്ച് നേരം. പക്ഷേ ഇത് കറി ആയതുകൊണ്ട് അധികം ഒന്നും ഇടണ്ട. വറുത്തെടുക്കാനാണെങ്കിൽ കുറേ നേരം ഇട്ടേക്കണം. കാര്യം ഉപ്പ് കാണത്തില്ലേ, കുറേ പിന്നെ മീനൊരു സോഫ്റ്റ്നെസ്സും വരുമല്ലോ ഒന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടേക്കുന്ന മീനാണിത്. ഇത് കറി ആയതുകൊണ്ട് വലുതായിട്ടൊന്നും വെള്ളത്തിൽ തോനെ ഇട്ടിട്ടില്ല കേട്ടോ. നമുക്ക് തുടങ്ങേ. ഇതിനകത്ത് ചട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിക്കട്ടെ. സ്റ്റൗ കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാകട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതിയേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 3/4 കപ്പ് കൊച്ചുള്ളിയില്ലേ, സാമ്പാർ ഉള്ളി, അത് അരിഞ്ഞത്. സവാളയാണെങ്കിലും മതി. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടട്ടെ. ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കേ. ഈ പച്ചമുളകും ഈ ഉള്ളിയും ഒന്ന് വാടി കിട്ടട്ടെ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇനി ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, വാടട്ടെ. നമ്മൾ ഉള്ളി വാടുന്ന സമയം കൊണ്ട് ഇതിനകത്ത് 1, 2 പിരിയമുളക് പൊടിയാണേ. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് നമുക്കിവിടെ വെച്ചേക്കാം. ഇതിരിക്കരുത്. ഇനി നമ്മുടെ ഉള്ളി ഒന്ന് വാടിക്കിട്ടേ. എൻ്റെ ക്യാമറ ഓഫായി പോയിരുന്നേ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ ഈ സ്പൂണ് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ 2 ഇടത്തരം തക്കാളി അത് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതൊന്ന് വാടട്ടെ. തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടട്ടെ. 2 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ തക്കാളി നോക്കവേ. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന മുളക്, മല്ലി ആ കൂട്ടിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇത് നല്ല വറുത്ത് പൊടിച്ച പൊടിയായതുകൊണ്ടേ
അധികം ഒന്നും നോക്കണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പുളി. ഇതെല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് അരപ്പിരിക്കുന്നില്ലേ, അതൊന്ന് കഴുകി ഒഴിക്കാം. അത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. കുറേ കൂടെ വെള്ളം വേണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതിയേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളച്ച് ഇനി ഇതിനകത്തോട്ട് ഈ ഉണക്കമീനും ഇട്ട് കൊടുക്കാം. ഏത് ഉണക്കമീനും ചെയ്യാം ഇതുപോലെ. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വേവട്ടെ. എന്നിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെ കരുവാടിൻ്റെ ഉണക്കമീൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്താൽ ഇപ്പം കൂടി പോവും. അതുകൊണ്ട് ഇപ്പം ഇടുന്നില്ലേ. ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വാട്ടാൻ നേരത്തെ. അന്നേരം ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. ഞാൻ തീ ഒന്ന് കുറച്ച് കുറയ്ക്കേ. പച്ചമീൻ വേവിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് തീ കുറയ്ക്കുന്നില്ല, ഒരു മീഡിയത്തിൽ ഇട്ടേരെ. നമ്മുടെ ഉണക്കമീൻ കറി നോക്കാം. ഓഹ്, എന്ത് മണവാ! ഉണക്കമീൻ്റെ ഭയങ്കര മണം. ഞാൻ ഇളക്കി നോക്കട്ടെ. തീ കുറച്ചിട്ട് എനിക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ മീഡിയത്തിന്. ഓഹ്, എന്തൊരു മണവാ! ഉപ്പ് നോക്കട്ടെ. ഉപ്പ് ഞാൻ ശകലം മഞ്ഞപ്പൊടിയും പിന്നെ എന്തല്ലേ തക്കാളി ഇട്ട് കൊടുത്ത് ഞാൻ ക്യാമറ ഓഫായി പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴും മഞ്ഞപ്പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 2 തക്കാളിയും ഒരു ഇച്ചിരി ഉപ്പ്, ശകല ഉപ്പ്, കാര്യം ഉണക്കമീൻ ആയതുകൊണ്ടുള്ള ഇതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തേ ഉള്ളായിരുന്നേ. ഒക്കെ ഉണ്ട്. ഇത് മതി. ഇതിന് ഉണക്കമീനാകുമ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കല്ലേ, ശകല ഉപ്പ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. റെഡിയായി. ടേസ്റ്റാ, വേഗം ഒരു ടേസ്റ്റാണ് ഉണക്കമീൻ കറിക്ക്. നോക്കി തന്നെ ഒന്ന് കയറുന്നു ഇപ്പോൾ. ഓക്കെ, ഒന്നും ഉടഞ്ഞിട്ടേ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഉണക്കമീൻ കിട്ടുമ്പം ഇതുപോലെ ഒന്ന് വെക്കേ. ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.